ശ്രീ രാഹുൽ ഈശ്വർ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇന്നോടുകൂടി ഈ റിപ്പോർട്ട് പുറത്തേക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാമോ? ഈ റിപ്പോർട്ടിന്റെ കണ്ടെത്തലുകൾ, ആ കണ്ടെത്തലുകളിൽ എടുക്കേണ്ട ആക്ഷൻസ്, ഇവയാണ് പുറത്തു വരേണ്ടത്. ആ റിപ്പോർട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയെ കരിവാരത്തേക്കൊന്നാവരുത്, മലയാള സിനിമ ഇൻഡസ്ട്രിയെ അപകീർത്തിപ്പെടുത്തുന്നതാവരുത്. വിദേശ ഷോകൾക്ക് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് ആൾക്കാർ പോകുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പിന്നിൽ വേറെ ദുരുദ്ദേശമാണെന്ന് മാധ്യമങ്ങൾക്ക് കരിവാരത്തേക്കാനുള്ള ഒരവസരം ഉണ്ടാക്കുന്ന റിപ്പോർട്ട് ആകരുത്. അതുകൊണ്ട് ഫൈൻഡിങ്സ് എന്താണ്, അതിൽ പ്രപ്പോസ്ഡ് ആക്ഷൻ എന്താണ്, ഇത് രണ്ടുമാണ് യഥാർത്ഥത്തിൽ വരേണ്ടത്. മിനിസ്റ്റർ സജി ചെറിയാൻ പറഞ്ഞതുപോലെ ഒരു കോൺക്ലേവ് നടത്തും ഈ ഒക്ടോബറിൽ തന്നെ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അത്തരം കോൺക്ലേവിൽ പോസിറ്റീവായി ഫോർവേഡ് ലുക്കിംഗ് ആയി വരണം. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും കൂടെ വന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ ഇതിന്റെ മൊഴികൾ അടക്കമുള്ള കാര്യങ്ങളല്ല, പകരം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന കാര്യങ്ങളാണ് വെളിയിൽ വരേണ്ടത്. ബാക്കി ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടൊരു കാര്യവുമില്ല. അത് വെറുതെ സിനിമ ഇൻഡസ്ട്രി ഇവിടെ ജീവിക്കുന്ന 90% നല്ല ആൾക്കാരെയും മോശപ്പെടുത്തുന്ന രീതിയിലേക്കായി മാറരുത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായും അതിൻ്റെ കണ്ടന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വകാര്യത എന്ന ഭാഗം ഒഴിവാക്കപ്പെട്ട് പുറത്തേക്ക് വരുന്ന 231 പേജുകൾ അത് സിനിമാ ഇൻഡസ്ട്രിയിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മലീമസമായ സാഹചര്യങ്ങളെ അത് തുടച്ചു നീക്കപ്പെടുന്നതായിരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.